മീറ്റിങ്ങിന് പോകാൻ റെഡിയായി നിൽക്കുകയാണ്. കോൾ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. റൂമിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് റൂമിലാണ് റെഡിയായി നിൽക്കുന്നത്. എൻ്റെ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ടെന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ. ബേക്കൽ ഒരു കിടിലൻ സ്പോട്ടാണ്, പ്രത്യേകിച്ച് താജ്. അങ്ങനെ ഞങ്ങൾ താജിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതാണ് താജിലെ വിശേഷം. താജിലെ കുറച്ച് ഷോർട്സ് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. നിങ്ങൾ കണ്ടോളൂ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട പ്ലേസായിരുന്നു. ക്ലയൻറ്റിനെ കണ്ടു, സംസാരിച്ചു. പിന്നെ താജിൽ തന്നെ ഓരോ സ്പോട്ടിലോട്ട് പോയി. കൂടെയുള്ള എല്ലാവരും ഉണ്ടായിരുന്നു. ഭയങ്കര ഹാപ്പിയായിരുന്നു. നല്ല ക്ലൈമറ്റായിരുന്നു. ശരിക്കും എനിക്ക് ഹാപ്പി ആയിരുന്നു കേട്ടോ. യെസ്, അങ്ങനെ ഞങ്ങളിപ്പം താജ് കാസർഗോഡിലുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ അടുത്ത ഇവൻറ്റിന് വേണ്ടിയിട്ടുള്ള കുറച്ച് റൂംസ് ബുക്ക് ചെയ്യാനുണ്ട്, കുറച്ച് പ്രോപ്പർട്ടീസ് കുറച്ച് നോക്കാനുണ്ട്. അതുകൂടി കഴിഞ്ഞ് ഫൈനലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ ഞങ്ങൾ ഓൾറെഡി എല്ലാം ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നാളെ അടുത്ത യാത്ര തുടരും. സോ ഇന്ന് തന്നെ ഇവിടത്തോടെ എല്ലാം ഞങ്ങൾ തീർക്കും. ഓൾമോസ്റ്റ് ഒരു 80% ഓൾറെഡി എല്ലാം ഡണ്ണാണ്. ഇവിടുത്തെ എന്താ പറയുക, താജിലെ സെറ്റപ്പുകളാണെങ്കിലും അല്ലാതെ പുറത്തുള്ള അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ എല്ലാം അടിപൊളി. ഇവിടുത്തെ ആൾക്കാരാണ് ഏറ്റവും സൂപ്പർ. ലാംഗ്വേജ് ഒന്നും വലിയ പ്രശ്നമല്ല കേട്ടോ. ഞാൻ കരുതി ലാംഗ്വേജൊക്കെ പാടായിരിക്കും, നമ്മൾ പറയുന്നതായിരിക്കില്ല അവർ പറയുന്നത് എന്നൊക്കെ കരുതി. പക്ഷേ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. എന്താ പറയുക, നല്ലതാണ്. അതിനുശേഷം ഞങ്ങൾ ഫുഡ് അടിക്കാൻ പോയി. കിടിലം ഫുഡായിരുന്നു. പിന്നെ സ്വീറ്റൊക്കെ കഴിച്ചു. ഒരു ഡയറി മിൽക്ക് ഫുള്ളിരുന്ന് ഞാൻ തിന്നു. എന്നിട്ട് ഞങ്ങൾ റൂമിൽ പോയി. അങ്ങനെ ഇരുന്നപ്പോൾ ഒരാഗ്രഹം, ഞങ്ങൾക്ക് ബീച്ചിൽ പോകണം. യെസ്, അങ്ങനെ ഞങ്ങൾ ബീച്ചിൽ വന്നു. ഇത് കാപ്പിൽ ബീച്ച് എന്നാട്ടോ പറയുന്നത്. ഒരു രക്ഷയില്ല, നല്ല വൈബായിരുന്നു. എൻ്റെ മുടിയൊക്കെ എങ്ങോട്ടേക്ക് പറന്നു പോയി. ഞാൻ ഫുള്ള് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്, എല്ലാവരും ഇത് മൊത്തത്തിൽ കാണുക. ഇതെന്തിനാണ് ഞാനിങ്ങനെ ഓൺ വോയിസ് വീഡിയോ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു വോയിസ് ഓവർ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വീഡിയോയിൽ കാറ്റും മഴയുടെ ഇത് കാരണം ഞാൻ പറയുന്ന വോയിസ് ഒന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ വോയിസ് കൊടുക്കേണ്ടി വരുന്നത്. എൻ്റെ വോയിസ് എല്ലാ സ്ഥലത്തും എത്തിയാലല്ലേ കാര്യങ്ങൾ ഭംഗിയാവുള്ളൂ. അങ്ങനെ തന്നെ. ഇത് ആ ബിൽഡിങ് കണ്ടോ, അവിടെ നിന്ന് ഞങ്ങൾ ചായ കുടിച്ചത്. ഓ, സെറ്റ് സ്ഥലമായിരുന്നു. ഒതുങ്ങി നിൽക്കാത്ത സ്ഥലം ഉണ്ടായിരുന്നില്ല, അത്ര അടിപൊളിയായിരുന്നു. നല്ല പൊടി മഴ, പെരുമഴയൊക്കെ ആണെങ്കിൽ തീർന്നു. എൻ്റെ ടീഷർട്ടിൽ കാണാം നിങ്ങൾക്ക് ഒരു പൊടി മഴയായിരുന്നു കേട്ടോ. എൻ്റെ പുതിയ ടീഷർട്ടിൽ മഴയും നനഞ്ഞു. ആൻഡ് ഇറ്റ് വാസ് എ വെരി ഗുഡ് ടൈം അറ്റ് കാസർഗോഡ്. അതും കാപ്പിൽ ബീച്ച്. ഇവിടെ പോയിട്ടുള്ളവർ എനിക്ക് എന്തായാലും കമൻറ്റ് ചെയ്യണം. അവിടെ ഇനി പോവാം, അതുപോലെ പോകാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്താണ് അല്ലേ. എൻജോയ് ചെയ്യുമോ ലൈഫ്, ആരുമില്ല, വെരി പീസ്ഫുൾ. ചെറിയ മഴയൊക്കെ നനഞ്ഞ് അങ്ങനെ റൂമിലെത്തിയിട്ടുണ്ട്. സോ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ.